ഇവിടെ മുഴുവൻ റബ്ബറാണ് കേട്ടോ. റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് ഇതുകൊണ്ടിരിക്കുന്നത്. ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ്. കണ്ടോ ചാച്ചനൊരു പശുവുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞു പശുവുള്ളേ. ഇതിൻ്റെ അടുത്തോട്ട് പോയാൽ കുത്തുപോ. ഞാൻ ഇവിടെയൊക്കെ വരുന്നല്ലാതെ ഇവിടോട്ടൊന്നും സാധാരണ ഇറങ്ങാറില്ല. ദേ ചക്ക കിടക്കുന്നു, കാണുന്നുണ്ടോ ഗായ്സ്? ചക്ക കാണുന്നുണ്ടോ? ആ സൂപ്പർ സൂപ്പർ. ഇത് കടച്ചക്ക മരം. ഹായ്, എന്താണ് പോനെ പേര്? അമ്പിളിക്കുട്ടി എന്നാണോ അമ്മിണിക്കുട്ടി എന്നാണോ? എന്താണ് പേര്? ഹായ് അമ്മിണി. ഹായ്. എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യല്ലേ, ഞാനങ്ങ് പോകാവേ. ഒന്നും ചെയ്യല്ലേ. വേണ്ട, വാഴയുണ്ട്. റബ്ബറാണ് കേട്ടോ. ഈ ഞങ്ങളുടെ ഓർമ്മയിലുള്ള കിണർ കാണിച്ചു തരാം. അതെ, കിണർ. എന്തുവാ മയിലോ? ആഹാ, മയില്. അതാ. അയ്യോ, അതിനെ കാല് ഞുണ്ടെന്ന്. അതിനെന്നാ പറ്റി? അച്ചോടാ, അതിനെ കാലാരും എറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ. അച്ചോടാ, പാവം. നോക്കി, അതിൻ്റെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. കാണുന്നുണ്ടോ? അയ്യോടാ, പാവം അതിനെ വിട്ടുകളാ. ഇനി ഞാൻ പറയുന്നത്, ഇത് ആണ് നമ്മുടെ പണ്ടത്തെ കിണറല്ലേ, ഞങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേല്ലേ ഇത്. ആദ്യം കെട്ടിയില്ലായിരുന്നു, ഇത് തന്നെയല്ലേ കിണറ്? ആഹാ, സംശയം തീർത്തതാണേ. ഇതൊന്നും കാണാനൊക്കുന്നില്ല, എല്ലാം ഇട്ട് മൂടിയിരിക്കുക. ഇല ഒഴിച്ചിട്ടല്ലേ. ഇതിൽ നിന്ന് വെള്ളം കോരുന്നില്ല, ഒക്കെ പൈപ്പ് വഴിയല്ലേ എടുക്കുന്നത്. പണ്ട് ഈ കിണർ കെട്ടിയിട്ടില്ലായിരുന്നു. അയ്യോ, നിറയെ വെള്ളമുണ്ടാ? നിറയെ എന്ത് ചപ്പൊക്കെ വളർന്നിരിക്കുന്നു. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ മാങ്ങയുണ്ടെന്ന്. നമ്മുടെ ഈ റംബൂട്ടാൻ എപ്പോഴാവുക? ഏപ്രിൽ മെയിലാ? മെയിലാ? ഈ പശുക്കുട്ടിക്ക് എന്താ പേരിട്ടെ? മാളു. അച്ചോ, അമ്മണിക്കുട്ടി എന്നല്ല കേട്ടോ, മാളു ആണേ. മാളൂട്ടി, കുത്തുവോ? ഇതൊക്കെ ചക്കയുണ്ടായാൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരണം, അതാണ് കഷ്ടം. അതിലെന്താ ഉണ്ടാകാത്ത ചക്ക? കടച്ചക്ക കഴിഞ്ഞാണോ? സീസൺ കഴിഞ്ഞാണോ? ഓക്കേ. പഴയ മാവുകളാണ് കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്തെ മാവുകളാണ് ഇത്. കണ്ടോ പിൻവശം? അയ്യോ, ഇതിലേ ഞാൻ കുറേ ഓടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ഓട്ടമാണ്. എൻ്റെ അമ്മയെ ഓടുന്നത് കാണിക്കാനൊക്കത്തില്ല. ഇങ്ങനെ ഒരു ഓട്ടം ഓടും. എങ്ങോട്ടാണെന്നറിയോ? എൻ്റെ ഇവിടെ ഒരു മമ്മിയുടെ ഒരു അങ്കിൾ ഇവിടെ ഇതിൻ്റെ ബാക്ക് വശത്ത് താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതെല്ലാം ഞായറാഴ്ചയും. കാരണം അവിടെ ഈ നിലക്കടലില്ലേ, അത് വറുത്തതൊക്കെ മേടിച്ച് വയ്ക്കും. പിന്നെ ബീഫ് ഉണ്ടാകും. അതൊക്കെ കഴിക്കാനും ചോറ് കഴിക്കാനാണ് ഞങ്ങളോട് ചെല്ലാൻ പറയുന്നത്. ഞാനും അനിയത്തിയും കൂടെ ഇതിലേ ഒരു ഓട്ടമുണ്ട്. ഇതിലേ അങ്ങോട്ട് കയറി മറിഞ്ഞാൽ അപ്പച്ചനൊരു ബംഗ്ലാവുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മീമി അപ്പച്ചൻ. ആ വഴിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇതിലേ അങ്ങനെ കയറി ഇറങ്ങാൻ തോന്നുന്നു. കണ്ടാ ഇതൊക്കെ ചാച്ചൻ്റെ റബ്ബറാണ് കേട്ടോ. ഇതൊക്കെ വെട്ടി പുതിയത് വെച്ചതാണ്. കണ്ടാ തൊഴുത്ത് കേട്ടോ. തൊഴുത്തുണ്ട്, വീട്. ഇവിടെ കുറേ ഓടിക്കളിച്ചതാണ്. ഓടിക്കളിച്ച സ്ഥലങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ? ഇത് കണ്ടോ? ഇതിങ്ങോട്ട് മറിഞ്ഞ് വീണതാണ്.
എന്താണിത്? എന്ത് രസമാണ്. ഇതെന്ത് സംഭവം? എനിക്കൊരു പിടുത്തം പറ്റിയിട്ടില്ല. തിന്നാൻ പറ്റുന്ന കായാണോ? അറിയാൻ പാടില്ല, ചോദിച്ചു നോക്കാം അല്ലേ. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവമാണ് പറങ്ങേണ്ടി. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തൂരം പറങ്ങേണ്ടി ആയിരുന്നു. എൻ്റെ അമ്മോ, ഇഷ്ടം പോലെ.